ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിന്റെ ദാസൻ വിനോദ് തോമസ് കോട്ടയം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. പീഠകളാലെ വലയും നിൻ മക്കൾ, പീഠകളാലെ പീഠകളാലെ വലയും നിൻ മക്കൾ. വീടൊന്നു കണ്ടു വിശ്രാമം വരുവാൻ, വീടൊന്നു കണ്ടു വിശ്രാമം വരുവാൻ താമസമാമോ താമസമാമോ നാഥവരാന ഈ ഭൂവാസമോർത്താലയ്യോ പ്രയാസം താമസമാമോ. ദൈവനാമത്തിന് മഹത്വം. ഈ പ്രഭാതത്തിൽ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ ബഹുമാന്യരായ സ്നേഹിതർക്കും സഹോദരി സഹോദരന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. 1 തെസ്സലോനിക്കർ 4 അധ്യായത്തിന്റെ 1 വാക്യം വായിക്കുന്നു. ഒടുവിൽ സഹോദരന്മാരെ, ദൈവപ്രസാദം ലഭിക്കത്തക്കവണ്ണം നിങ്ങൾ എങ്ങനെ നടക്കണം എന്ന് ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ നിങ്ങൾ നടക്കുന്നത് പോലെ തന്നെ ഇനിയും വർദ്ധിച്ചു പറയേണ്ടതിന് എന്ന് നാം വായിക്കുന്നു. ഒടുവിൽ എന്ന് പറയുമ്പോൾ ഒരു പുതിയ വിഷയത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പുതിയ ഭാഗത്തേക്ക് പൗലോസ് പ്രവേശിക്കുകയാണ്. ഇവിടെ തെസ്സലോനിക്ക വിശ്വാസികളോട് പറയുകയാണ്, ഇവരുടെ ജീവിതത്തിൽ ഇവർ ലക്ഷ്യമാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ദൈവം പ്രസാദിക്കുന്നതായ ഒരു ജീവിതം ഇവർ ലക്ഷ്യമായിരിക്കണം. ഇങ്ങനെ ജീവിക്കണം എന്നുള്ളത് പൗലോസിനോടും കൂടെയുള്ളവരോടും തെസ്സലോനിക്ക വിശ്വാസികൾ ഗ്രഹിച്ചതാണ്. അഥവാ പൗലോസും കൂടെയുള്ളവരും തെസ്സലോനിക്കയിലായിരുന്നപ്പോൾ തെസ്സലോനിക്ക വിശ്വാസികളെ ഗ്രഹിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം അവർ ദൈവത്തിന് പ്രസാദകരമായ നിലയിൽ നടക്കണം എന്നുള്ളതാണ്. പൗലോസ് പിന്നെയും പറയുകയാണ്, അതിലിനിയും അധികം വർദ്ധിച്ചു വരേണ്ടതിന് എന്ന് പറയുകയാണ്. ദൈവപ്രസാദകരമായ ജീവിതത്തിൽ നടക്കണം എന്ന് മാത്രമല്ല, അതിൽ വർദ്ധിച്ചു വരേണ്ട ഒരു ആവശ്യകത ഉണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത് നാം ഈ ലോകത്തിൽ എന്തൊക്കെ നേടി എന്നുള്ളതല്ല. നമുക്കിവിടെ ലഭിച്ച ഭൗതികമായ ഉയർച്ചയോ അല്ലെങ്കിൽ നമുക്കിവിടെ ലഭിച്ചതായ എന്തെങ്കിലുമൊക്കെ സ്ഥാനമാനങ്ങളോ അല്ല. പിന്നെയോ നമ്മുടെ ഈ ജീവിതം കൊണ്ട് ദൈവത്തെ എത്രത്തോളം പ്രസാദിപ്പിച്ചു, അതിൽ എത്രത്തോളം നാം വർദ്ധിച്ചു വന്നു എന്നുള്ളതാണ് പ്രധാന കാര്യം. കർത്താവിൻ്റെ അടുക്കൽ യഹൂദന്മാർ വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ എന്ത് ചെയ്യണം? കർത്താവ് പറഞ്ഞു, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ അവൻ അയച്ചവരിൽ വിശ്വാസിക്കത്രേ. എബ്രായ ലേഖനം 12 അധ്യായം 6 വാക്യം നമ്മൾ വായിക്കുന്നു, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. അപ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനുള്ള അടിസ്ഥാന ആവശ്യകത വിശ്വാസമാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് വിശ്വസിക്കുക, പാപിയാണെന്നുള്ള കാര്യം സമ്മതിച്ച് പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യേശു ക്രിസ്തുവാണ് ക്രൂശിൽ മരിച്ചത്, അവിടുത്തെ ശരീരവും രക്തവും നമുക്ക് വേണ്ടി ചീന്തി നമ്മൾക്ക് പാപപരിഹാരം വരുത്തി യേശു ഉയർത്ത് ജീവിക്കുന്നു. ആ കർത്താവ് എനിക്ക് വേണ്ടിയാണ് മരിച്ചത്, എൻ്റെ പാപത്തിന് ശിക്ഷയാണ് അവിടുന്ന് അനുഭവിച്ചത് എന്നൊരു വ്യക്തി മനസ്സിലാക്കി ആ കർത്താവിന് വേണ്ടി ജീവൻ സമർപ്പിക്കുമ്പോൾ, ആ കർത്താവിൻ്റെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിക്കുമ്പോൾ ദൈവപ്രസാദകരമായ ഒരു ജീവിതത്തിന്റെ പാതയിലേക്ക് പ്രവേശിക്കുകയാണ്. പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് 2 കൊരിന്ത്യർ 5 അധ്യായത്തിൽ പറയുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ മരിച്ചാലും ജീവിച്ചാലും ദൈവത്തെ പ്രസാദിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. ചില ഭാഷാന്തരങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ ജീവിത ലക്ഷ്യം ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിത ലക്ഷ്യം എന്താണ്? ഈ ലോകത്തിലെ സുഖങ്ങൾ അനുഭവിക്കുന്നതാണോ? ഈ ലോകത്തിലെ സന്തോഷവും വെള്ളത്തിൽ മിന്നിമറയുന്ന ജടിക സുഖങ്ങളുടെ പിന്നാലെ പോയി ജീവിതം അവസാനിപ്പിക്കുന്നതാണോ? അതോ പാപത്തിന്റെ താൽക്കാലികമായ ഭോഗങ്ങളിൽ രമിച്ച് മുന്നോട്ട് പോകുന്നതാണോ? ഈ ലോകത്തിൽ കാണുന്ന സമ്പത്ത്, സൗഭാഗ്യങ്ങൾ എല്ലാം നമ്മുടെ ജീവിത ലക്ഷ്യമാണോ? അതോ
എന്തു വന്നാലും ദൈവത്തിന് പ്രസാദകരമായൊരു ജീവിതം നയിക്കും എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ പ്രസാദകരമായ ജീവൻ നയിപ്പാൻ അപ്പോസ്തലൻ എഫേസ്യ വിശ്വാസികളോട് പറയുന്നുണ്ട്. എഫേസ്യർ 5:9, മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോൾ കർത്താവ് വെളിച്ചമായിരുന്നു. അതുകൊണ്ട് എന്താണ് കർത്താവിന് പ്രസാദം എന്നത് പരിശോധിച്ചു കൊള്ളുവീൻ, വെളിച്ചത്തിലുള്ളവരായിട്ട് നടന്നുകൊള്ളുവീൻ. ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിതമാണ് വെളിച്ചത്തിലുള്ള ജീവിതം. റോമാലേഖനം 12-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ടല്ലോ, നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള ദൈവഹിതം നിന്നൊന്ന് തിരിച്ചറിയണം. അപ്പോൾ ദൈവഹിതം നിറവേറ്റുമ്പോഴാണ് ദൈവം പ്രസാദിക്കുന്നത്. ദൈവഹിതത്തിന് വെളിയിൽ ദൈവത്തിന് പ്രസാദിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ ഇഷ്ടം പൂർണ്ണമായി നിറവേറ്റിയ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പിതാവ് പറഞ്ഞ സാക്ഷ്യം നമുക്കറിയാം. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പഴയ നിയമത്തിലേക്ക് വരുമ്പോൾ ആദ്യ മനുഷ്യരിൽ ഒരാളായിരുന്ന ഹാബേലിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ. ദൈവം ഹാബേലിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു. ഹാബേലിന്റെ ജീവിതത്തിൽ ദൈവം പ്രസാദിച്ചപ്പോൾ ഹാബേലിന്റെ വഴിപാടിൽ ദൈവം പ്രസാദിച്ചു. നാം ചെയ്യുന്ന കാര്യങ്ങൾ ദൈവത്തിന് പ്രസാദകരമായി തീരണമെങ്കിൽ ദൈവം നമ്മുടെ ജീവിതങ്ങളെ പ്രസാദിക്കണം. അഥവാ ദൈവപ്രസാദകരമായ ഒരു ജീവിതം നയിക്കുന്നവർക്ക് മാത്രമേ ദൈവപ്രസാദകരമായ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ദൈവപ്രസാദകരമായ ജീവൻ നയിക്കണമെങ്കിൽ അടിസ്ഥാനപരമായിട്ട് നമ്മൾ കണ്ടു, വിശ്വാസം ആവശ്യമാണ്. മറ്റൊന്ന് ദൈവപ്രസാദകരമായ പ്രാർത്ഥനയാണ്. നാം ശലോമോന്റെ പ്രാർത്ഥനയെക്കുറിച്ച് വായിക്കുന്നുണ്ട്. ശലോമോന്റെ പ്രാർത്ഥന ദൈവത്തിന് പ്രസാദകരമായി തീർന്നു. ദൈവപ്രസാദകരമായ ജീവൻ നയിപ്പാൻ ദൈവത്തിനെ പ്രസാദിപ്പിക്കുന്ന ഒരു പ്രാർത്ഥന. ശലോമോൻ സമ്പത്തോ ശത്രു നിഗ്രഹമോ ദീർഘായുസോ ഒന്നും ചോദിക്കാതെ ജനത്തെ നയിക്കാൻ ആവശ്യമായിരിക്കുന്ന പരിജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അത് ദൈവത്തിന് പ്രസാദകരമായി തീർന്നു. മാത്രമല്ല, 1 തെസ്സലോനിക്കരിലേക്ക് നാം വരുമ്പോൾ പൗലോസ് തന്റെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു, ഞങ്ങൾ ദൈവത്തിന് കൊള്ളാവുന്നവരായി തെളിഞ്ഞതുപോലെ മനുഷ്യരെയല്ല, ഞങ്ങളുടെ ഹൃദയത്തെ ശോധന ചെയ്യുന്ന ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നു. മനുഷ്യരെയും ദൈവത്തെക്കുറിച്ച് ഒരുപോലെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. ദൈവത്തിന് പ്രസാദമുള്ളതായിരിക്കുക. യജമാന്മാരോട് പറയുന്നുണ്ടല്ലോ, ദാസന്മാരോട് പറയുന്നു, ദൈവത്തിന് പ്രസാദകരമായ നിലയിൽ സേവ ചെയ്യണം എന്നുള്ളത്. കൊലോസ്യർ 1-ാം അധ്യായത്തിൽ പൗലോസ് കൊലോസ്യ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, പൂർണ്ണ പ്രസാദത്തിനായിട്ട് കർത്താവിന് യോഗ്യമാവണം നടക്കണം. കർത്താവിന്റെ യോഗ്യമായ നിലയിൽ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ദൈവം പ്രസാദിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആ നിലയിൽ ദൈവപ്രസാദകരമായ ഒരു ജീവിതം നയിക്കണം എന്ന് പൗലോസ് ഓർപ്പിക്കുകയാണ്. മാത്രമല്ല, ഇത് പൗലോസിൽ നിന്നും കൂടെയുള്ളവരിൽ നിന്നും തെസ്സലോനിക്ക വിശ്വാസികൾ ഗ്രഹിച്ചതാണ്. നന്മ ചെയ്തിട്ട് അടി കൊണ്ടാൽ അത് ദൈവത്തിന് പ്രസാദം എന്ന് പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിന്റെ പ്രസാദകരമായ ജീവിതം ഇന്ന് പരിശോധിക്കുക, ദൈവത്തിന് പ്രസാദകരമായി ജീവിക്കുക. അവർക്കാണ് ദൈവസന്നിധിയിൽ പ്രതിഫലം ഉള്ളത്. മനുഷ്യരെ പ്രസാദിപ്പിക്കുകയോ സ്വയത്തെ പ്രസാദിപ്പിക്കുകയോ ഈ ലോകത്തെ പ്രസാദിപ്പിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ട് ജീവിക്കുന്നവർക്ക് ദൈവസന്നിധിയിൽ പ്രതിഫലം ലഭിക്കുന്നതല്ല. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവർക്ക് ദൈവം പ്രതിഫലം ലഭിക്കും. അങ്ങനെ ഒരു ജീവൻ നയിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ജീവിതത്തെ പരിശോധിക്കാം. ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ടാണോ, ദൈവത്തിന് പ്രസാദകര കാര്യങ്ങളാണോ ഞാൻ ചെയ്യുന്നത് എന്നുള്ളത് പരിശോധിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ കുറവുകളെ കണ്ടെത്തുവാനും ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവൻ നയിപ്പാനും ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.